വെൽക്കം. അപ്പോൾ IELTS സ്പീക്കിംഗ് ടെസ്റ്റിലെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്യൂ കാർഡ് വെച്ച് 2 മിനിറ്റ് സംസാരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് ഇഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണണം. അപ്പോൾ ആദ്യം എന്താണ് ക്യൂ കാർഡ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും തുടങ്ങേണ്ടത് ഈ ക്യൂ കാർഡിന്റെ ടോപ്പിക് പാരഫ്രൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ടെൽ മീ അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ, താങ്ക് യു സർ, ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് മൈ ലൈഫ് വിച്ച് വാസ് എന്ന് പറഞ്ഞ് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വിച്ച് വാസ് മൈ ഗ്രാജുവേഷൻ ഡേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് എന്നുള്ളതാണ് നമ്മൾ തുടങ്ങാൻ പറയേണ്ടത്. പിന്നെ നമുക്കറിയാലോ, ആക്ച്വലി 4 ബുള്ളറ്റ് പോയിന്റ്സ് ആണ് അതിലുണ്ടാവുക. അപ്പോൾ 30 സെക്കൻഡ് ഓരോന്നിലും നമ്മൾ സംസാരിക്കണം. അപ്പോൾ അതിന് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളെടുക്കുന്ന നോട്ട് ടേക്കിംഗ് വളരെ എലോബറേറ്റ് ആയിരിക്കണം. ഐ മീൻ യു ഹാവ് ടു വിഷ്വലൈസ് എ ലോട്ട് ഓഫ് തിങ്സ്, പീപ്പിൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മുടെ ഇമോഷൻസ്, വാട്ട് ഇറ്റ് ടോട്ട് അസ് അറ്റ് ദി എൻഡ്, എങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ ആ ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനും ആ ഡേനെ കുറിച്ചാണ് പറയേണ്ടത്. ദെൻ അവോയ്ഡ് പാഡിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പാഡിങ് മീൻസ് സെയിങ് അൺവാണ്ടഡ് തിങ്സ്, അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ പ്രാക്ടീസ് സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കണം 2 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കണം. എക്സാമിനർ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നവരെ നമ്മൾ മിണ്ടണം എന്നാണ് കണക്ക്. അല്ലെങ്കിൽ ആ ടാസ്ക് അച്ചീവ്മെന്റ് മുഴുവൻ എന്നുള്ളത് നമുക്ക് സ്കോർ കിട്ടില്ല. ഓക്കെ, ദെൻ ആദ്യം നമ്മൾ ക്യൂ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പാനിക് ഒന്നും ആവാൻ പാടില്ല. ഒരു ബ്രീത്ത് എടുത്തിട്ട് നമ്മൾ വായിച്ചു നോക്കുക. കാരണം നമുക്ക് ഇതിലറിയാലോ, ദർ ആർ നോ റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ഡീറ്റെയിൽസ് യു പ്രൊവൈഡ്, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ദാറ്റ് യു സ്പീക്ക്. ദെൻ ലാസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമുക്കതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യൂ കാർഡിന്റെ കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് അതുമായിട്ടുള്ള ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഷെൽ വി കം ടു ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ക്യൂ കാർഡ്, വിച്ച് ഈസ് ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ്. എപ്പോഴും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ക്യൂ കാർഡ് എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഐഡിയാസ് വരില്ല. ബട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ യു തിങ്ക് വാട്ട് ക്യാൻ ഐ സേ എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഐഡിയാസ് നമ്മൾ ജോട്ട് ഡൗൺ ചെയ്യേണ്ടത്. പിന്നെയാണ് നമ്മളത് ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു 20-25 സെക്കൻഡ് നമുക്ക് വരുന്ന എല്ലാ ഐഡിയാസും നമ്മൾ ജോട്ട് ഡൗൺ ചെയ്ത് അത് നമുക്ക് പലരും, ഇപ്പം ഞാനിപ്പോൾ മൈൻഡ് മാപ്പ് ഉപയോഗിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. മൈൻഡ് മാപ്പ് പോലെ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ചിലവർ നടുക്ക് വരച്ചിങ്ങനെ ചിത്രം വരയ്ക്കും. വാട്ട് എവർ ബി യുവർ മെത്തേഡ്, ബട്ട് ഹാവ് മെത്തേഡ്. ദെൻ ഓർഗനൈസ് ദം എന്നിട്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും 2 മിനിറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 2 മിനിറ്റ് സംസാരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ചലഞ്ചിങ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമ്മൾ നോട്ട് സ്ട്രക്ചർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ ഇത് സ്പീച്ച് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ഹാവ് എ ബിഗിനിങ് ആൻഡ് ഇറ്റ് മസ്റ്റ് ഹാവ് എൻ എൻഡ്. ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ബോഡി. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ നോട്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ് തിങ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദിസ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ബോഡി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ആ സബ് പോയിന്റ് ഓരോന്നോരോന്നായിട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് വരുന്നത്. പിന്നെ നമ്മൾ അറ്റ് ദി എൻഡ് നമ്മളൊരു ക്ലോസിംഗ് നോട്ട് പറയണം. ഇൻ ഷോർട്ട്, വാട്ട് ഐ വാസ് ഗോയിങ് ടു സേ ദാറ്റ്, ഓർ ഇൻ കൺക്ലൂഷൻ ടു സം അപ്പ് ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമ്മൾ എപ്പോഴും ഓർക്കണം. സ്പീച്ച് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പീക്കിംഗ് പോലെയാണ്. പിന്നെ നോട്ട്സ് എഴുതുമ്പോൾ എപ്പോഴും അബ്രീവിയേഷൻസേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഫുൾ വേർഡ്സ് ഇത് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ഉള്ള സമയം നമുക്ക് കിട്ടില്ല. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എന്നിട്ട് കടന്നു പോകും. അത് ഇതിന്റെ പ്രാക്ടീസിന് ഞാൻ കുറച്ച് ക്യൂ കാർഡ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോട്ട്സ് എഴുതി നോക്കണം. അപ്പോൾ ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് നോട്ട്സ് എഴുതി നോക്കാൻ. 1 മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം എടുക്കും നോക്കണം. പിന്നെ സംസാരിച്ച് നോക്കണം. ഇനീഷ്യലി റെക്കോർഡൊന്നും ചെയ്യേണ്ട. സമയം ഒന്ന് ടൈമർ ഓൺ ചെയ്തിട്ട് സംസാരിക്കുക. എന്നിട്ട് ടൈമർ നോക്കുക എത്ര മിനിറ്റ് നിങ്ങൾ മിണ്ടി എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫൈനലി നമ്മളൊരു എക്സാമ്പിളിലേക്കാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു എന്ത് കാര്യവും ഉണ്ടല്ലോ, മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു പിക്ചറസ്ക് ആയിട്ട് പറയുന്നതാണ് നല്ലത്. ഇനി നമുക്കൊരു ക്യൂ കാർഡ് ടോപ്പിക് ഡിസ്ക്രൈബ് എൻ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 3 ഇൻട്രൊഡക്ഷൻ ഗ്രാജുവേഷൻ ഡേനെ കുറിച്ചാണ് പറയാൻ വിചാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഓരോ പോയിന്റ്സ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ, കാരണം ഗ്രാജുവേഷന് വേണ്ടി തയ്യാറെടുത്തത്. പിന്നെ അന്നത്തെ ഇവന്റ് ഡീറ്റെയിൽസ് എന്താണ്, അതെന്ത് ഇമ്പാക്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ എന്ത് മൈൽ സ്റ്റോൺസും ഫ്യൂച്ചർ ഗോൾസും ആണ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് പറഞ്ഞു, പ്രസന്റ് പറഞ്ഞു, ഫ്യൂച്ചർ പറഞ്ഞു. ഓക്കെ,
അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? സോ ഡിസ്ക്രൈബ് an important event in your life. അപ്പോൾ I'm going to say that. I'm going to say about the most important day in my life, which was my degree graduation day. This happened some 20 years back. The most memorable thing was preparing for the event. There were a lot of excitement among all of us because we were entering into a new world. And that day was a day we decided to dedicate to the people who tried to help us reach there. For example, our wonderful teachers who taught us, our parents, our friends. Without all these people, I could not have achieved what I have achieved today. So, on that graduation day, all of us decided to work on this point. The day was on a Friday. I could clearly imagine that. Morning was there was a lot of excitement in everyone's mind, and we got our dress, which was black in color, the cap, and all of us were sitting in the front row. The function started, the principal came, he spoke about us, and the teachers came, they congratulated us, and they said good things about us, and they then we realized, I realized personally what kind of responsibility that I'm going to have. Being a graduate is not about something personal, it is to contribute to the society, and it is to give what you have to the society. So that day, it became memorable in the sense not because of the all the celebrations, but because it taught us that we have become a man or a woman. Until yesterday, we were all students, we were all like treated like kids, but from today onwards we understood that people are, or the society are going to look at us like the citizens of new India. In short, what I was trying to say is that graduation is not about a personal achievement, it is the achievement of the society, it is the achievement of the people, because only educated people can empower a great society. So it is a need of every developing country, every developing society to have educated people so that they can contribute to the society, and together we can have a holistic life. So that day marks the turning point of my life, from an immature boy to a matured adult man to contribute to the society. Thank you, sir. So this has all happened immediately. I just looked at it, and I don't know whether I did well. So this is how you say, you elaborate everything. So thank you very much. Now I want you to go and do it yourself. And you can connect with me, because speaking എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വീഡിയോ നോക്കി പഠിക്കാൻ പറ്റില്ല. You have to have interactions with me, and you have to have interactions with other students, which will do. So thank you. I'll see you in another video. Until then, take care.